രാത്രിയായി ക്ഷീണമായി ഇന്നൊക്കെയാണോ ഇതൊക്കെയാണ് നമ്മുടെ തൊഴിലിന്റെ ഭാഗം. ഇതിൽ ആയിട്ടൊരു സീരീസ് ആണ് എന്ത് പറഞ്ഞാലും സീരിയസ് എന്ന് പറയാം. പണ്ടേ എങ്ങനെ സീരീസ് ആണ്. ശരിക്കും പറയാം കുമ്മാട്ടിക്കൽ അതൊരു കലാരൂപമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ടൈറ്റിൽ? അത് തന്നെ സത്യം പറഞ്ഞ ഈ ടൈറ്റില് ഇടാൻ കാരണം ഈ നമ്മുടെ ക്യാരക്ടേഴ്സും ഈ പേരുമായിട്ട് സത്യം പറഞ്ഞാൽ വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മുടെ നാലുപേരും തമ്മിലുള്ള ഒരു ബോണ്ടേജ് അങ്ങനത്തെ കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്കും ടൈറ്റിൽ കുമ്മാട്ടിക്കളി സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് മേക്ക് സെൻസ്. അങ്ങനെയാണ് അങ്ങനെ ഒരു പിന്നെ നമ്മളെ നാലുപേരെയും ആ കുമ്മാട്ടി എന്നുള്ള ഒരു ദിവസമാണ് നമ്മളെ കിട്ടുന്നത്. സോ അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് വെച്ചിട്ടാണ് കുമ്മാട്ടിക്കളി എന്നുള്ള ടൈറ്റിലോട്ട് വരുന്നത്. ഇതൊരു എല്ലാ പോസ്റ്ററും നോക്കിയാൽ ഇതിനൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു മോഡാണ് കാണുന്നത്. ശരി അങ്ങനെ തന്നെയാണോ ഫിലിം? രണ്ട് നായകന്മാരുണ്ടല്ലോ. രണ്ട് നായകന്മാരല്ല, ഇത് അനിയത്തിക്കുട്ടിയാണ്. സോറി. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഗ്യാങ്? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണ്. ഇങ്ങനൊരു ഗ്യാങ് ഉണ്ടോ ലൈഫില്? റിയൽ ലൈഫില് ഇങ്ങനൊരു ഗ്യാങ് എന്ന് പറയാൻ ഒന്നോരുണ്ടോ? ഓരോ ഗ്യാങ്സിൽ ഓരോ പ്രത്യേകത ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ അടിച്ചു പൊളിക്കാനായിട്ട് ട്രിപ്പ് പോകാനായിട്ട് ഗ്യാങ് ഉണ്ടാവും. അല്ലാതെ സീരിയസ് ഇന്റലിജന്റ് ടൈപ്പിലായിട്ടൊരു ഗ്യാങ് ഉണ്ടാവും. ക്രിയേറ്റിവിറ്റി തിങ്കിങ് അങ്ങനെ ഒരു മനുഷ്യനെ എന്ത് പൊട്ടത്തരൊക്കെ അല്ല. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ എന്തും പറയാ. വീട്ടിൽ പറയാത്ത കാര്യങ്ങൾ ചില ഫ്രണ്ട്സിനോട് പറഞ്ഞു വരും. അങ്ങനെ ഒരു രണ്ട് ഫ്രണ്ട്സ് ഉണ്ട്. മൊത്തത്തിൽ സിനിമ വൈബ് എങ്ങനെയാണ്? നമ്മുടെ ഗോകുലേട്ടന്റെ സിനിമ ആദ്യത്തെ റൊമാൻറ്റിക് സിനിമയായിരുന്നു. ആദ്യത്തെ ഈ സിനിമ ആക്ഷൻ മോഡാണോ? ട്രെയിലർ ഉണ്ടായിരുന്നു. കുമ്മാട്ടിയില് കുറെ ലേയേഴ്സ് ഉണ്ട്. നോക്കുവാണെങ്കിൽ ഒരു പരിധി കൂടുതൽ സീരിയസ് സീൻസ് ഇല്ലാത്തൊരു സിനിമയാണ്. ഇമോഷണൽ സീൻസ് ആയിട്ട് ഒരുപാട് വന്നിട്ടുണ്ട്. വളരെ ചുരുക്കമൊക്കെ വന്നിട്ടുണ്ട്. അത് അതിനൊരു കോമഡി ട്രീറ്റാണ് പോയിട്ടുള്ളത്. കുമ്മാട്ടിയിൽ ജെന്യുവൻ എമോഷണൽ സീൻസ് ഉണ്ട്, കുറെ റേഞ്ച് കാണിക്കുന്ന സീൻസ് ഉണ്ട്, കുറെ ആക്ഷൻ ഉണ്ട്, കോമഡി ഉണ്ട്, സ്പോർട്സിന്റെ എലമെന്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, ഫ്രണ്ട്ഷിപ്പിന്റെ എലമെന്റ് അതിൽ കൊണ്ടുവന്നിട്ടുണ്ട്, റൊമാൻസിന്റെ എലമെന്റ് വരുന്നുണ്ട്, ഫാമിലി ഓറിയന്റഡ് വാല്യൂസിന്റെ എലമെന്റ് വന്നിട്ടുണ്ട്. ഫാമിലി ഇല്ലാതെ ഒരു ഫാമിലി കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു അത്യധികമായ സ്നേഹം വരുന്നതിന്റെ ഒരു എലമെന്റ് വന്നിട്ടുണ്ട്. സോ ഇങ്ങനത്തെ കുറെ ആസ്പെക്ട്സ് ഉള്ള ഒരു സിനിമയാണ്. എനിക്ക് തോന്നുന്നു ഗ്യാങ്ങിനെ മേയ്ക്കാനായിട്ട് ഒരാളുണ്ടല്ലോ. ഗ്യാങ്ങിനെ മേയ്ക്കാനായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഗ്യാങ് ഒരു പരിധി കൂടുതൽ പൊട്ടത്തരം കാണിക്കുന്നതിനെ ഉറപ്പുവരുത്താൻ നമ്മളൊരു അമ്മച്ചിക്കാണ്. അതാണ് ഞാൻ പറയാനുള്ളത്. എന്റെ മാം ഇപ്പൊ യുഎസിലാണ്. ആളുടെ കുറച്ച് പേഴ്സണൽ മാനേജർ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളെ ഈ 4 പേരെ പേടിക്കുന്ന അത് പേടിയുടെ കാര്യമല്ല. ഇപ്പൊ ലെന മാമിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് വന്നപ്പോൾ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും വർഷങ്ങളോളം ബാക്ക് ടു ബാക്ക് വെരി ഗുഡ് പെർഫോമൻസസ് ഡെലിവർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ് ലെന മാം. പക്ഷെ അതിന് മേലെ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു സെറ്റ് ഓഫ് വാല്യൂസ് മാമിന്റെ നമുക്ക് കിട്ടിയത്. ലെന മാം ഇസ് വെരി വെൽ ഇൻഫോംഡ് അബൌട്ട് ലൈഫ്, about how human beings should be. മാമിന്റെ ഒരു പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ് ആൻഡ് ഹൗ പീപ്പിൾ ആർ. ഇതൊക്കെ ഞാൻ ഒരുപാട് കോമൺ ആയിട്ട് കേൾക്കാത്ത ഒപ്പീനിയനാണ് നാട്ടിൽ. കുറെ ആൾക്കാരെ കണ്ട് പഠിച്ച് ജീവിക്കുന്ന ഒരാളാണ്. അത് ഒരുപാട് അറ്റൻഷൻ കൊടുക്കുന്ന ആളാണ്. മാമിന്റെ എങ്ങനെ ജീവിക്കണം, നമ്മളൊരു പ്രോബ്ലം എങ്ങനെ ഫേസ് ചെയ്യണം, സിനിമയുടെ കാര്യത്തിലല്ല, നമ്മളെ തന്നെ എങ്ങനെ ഹൗ ടു ബി പാരന്റ് ചെയ്യിക്കാനുള്ള പേഴ്സൺസ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങളിൽ മാമായിട്ട് മൾട്ടിപ്പിൾ ഇന്ററാക്ഷൻസ് കുറെ അട്രാക്ഷൻ ചെയ്യും. നമ്മുടെ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ ഒരുപാട് ഡ്രീംസ് ഉണ്ടാവും. ദിസ് ഈസ് മൈ എൻട്രി എന്ന് തോന്നിക്കുന്ന ലെവലിലൊരു ഡ്രീം നമ്മളെപ്പോഴും കിട്ടുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ഡ്രീം കം ട്രൂ ആണ് കുമ്മാട്ടികൾ. അതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും സിനിമ സ്വന്തം ഞാൻ സിനിമയിലോട്ട് കയറുന്നത് ഒരു ആഗ്രഹം ഒരിക്കലും എന്റെ ഡ്രീമായിട്ട് ആംബിഷൻ കൊണ്ടുവരുന്നത്. Cinema is work that came my way. It's a profession that I've always respected because എന്റെ വീട്ടിലെത്തിയ എന്റെ കുഞ്ഞും സിനിമ തന്നെയായിരുന്നു. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് പേരുണ്ടാക്കിയ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മലയാളം സിനിമ ഇൻഡസ്ട്രിയാണ്. എനിക്ക് ബഹുമാനമുള്ള ഒരു പ്രൊഫഷനായിരുന്നു. വളരെ ഓഫീസ് റീസൺസ് കൊണ്ട് എന്റെ അച്ഛൻ പേരുണ്ടാക്കിയ ഇൻഡസ്ട്രിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ഞാൻ
രണ്ടുപേരും സ്പീക്കിംഗ്. അത് ചെറുപ്പം വരുമായിരുന്നു. 1899 തൊട്ട് എനിക്ക് സ്ക്രിപ്റ്റ്സ് വരുമായിരുന്നു. ചെറിയൊരു കൗണ്ട് ഫാക്ട് എന്ന് പറഞ്ഞാൽ ഡാഡി കൂൾ സിനിമയില് ഫൈനൽ 2 ഇവരാണ് അഭിനയിച്ചത്. ടൂവില് വന്ന് ഞാൻ അപ്പൊ ആ ഒരു ഓപ്പർച്യൂണിറ്റി മാത്രം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് വന്നായിരുന്നു. പക്ഷെ അതല്ലാതെ ഞാൻ 18-19 വയസ്സൊക്കെ സ്ക്രിപ്റ്റ്സ് വരുന്നതാണ്. JSK എന്നുള്ള സിനിമ ചെയ്യുമ്പോൾ എനിക്ക് 22 വയസ്സാണ്. ആ ഒരു സമയത്ത് എനിക്ക് ആദ്യമായിട്ടൊരു സ്ക്രിപ്റ്റ് വന്നതും ഞാൻ അതിന് റെഡി ആയേക്കാം എന്നുള്ളൊരു ചിന്താഗതി വന്നു. എല്ലാത്തിനും അതിന്റെ സമയമുണ്ട്. തീർച്ചയായും എല്ലാവർക്കും അവരവരുടേതായ സമയമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ സമയം. തീർച്ചയായും എങ്ങനെയുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡാഡി കൂടുതൽ ഞങ്ങൾ മൈൻഡ് വരുന്നത് എങ്ങനെയുണ്ടായിരുന്നു? മമ്മൂക്കാന്നൊരു മെഗാസ്റ്റാറിന്റെ അപ്പാന്ന് വിളിച്ചുകൊണ്ടുള്ള പെർഫോമൻസ് ഒക്കെ ഉണ്ടല്ലോ. ഞങ്ങളുടെ തിയേറ്ററിൽ അത് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യുന്ന സീൻസൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? ഓരോ എക്സ്പീരിയൻസ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? 8 വയസ്സിൽ അത് ചെയ്യുമ്പോഴത്തേക്കും 8 വയസ്സ് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബന്ധമാണ്. അപ്പൊ ആ സമയത്ത് ലൈക്ക് ഒരു ഫാദർ സൺ ബോണ്ടിങ് പോലെ അത് ഓൾമോസ്റ്റ് അതുപോലെ തന്നെയായിരുന്നു നമുക്ക് എൻ്റെ അടുത്ത്. എനിക്ക് കുറച്ചൊക്കെ ഓർമ്മയുള്ളൂ അവിടെ ഇവിടെയൊക്കെ. പക്ഷെ എന്നാലും പുറത്ത് ഷൂട്ട് ഉണ്ടാകുന്ന സമയത്തും ഒക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടിങ്. ലൈക്ക് പുള്ളിക്കാരന്റെ ക്യാരക്ടർ അങ്ങനെയാണ്. അതാണ് പുള്ളിക്കാരനെ പറ്റി. ഈവൻ നൗ ഹീസ് ഗോട്ട് ദാറ്റ് ഓറ ഇൻ ഹിം. അപ്പൊ നമ്മളിങ്ങനെ കണ്ടിരിക്കുക. ആ പ്രായത്തിൽ എനിക്കതൊന്നും അറിയത്തില്ല. ഞാൻ സാധാരണ ഒരു നോർമൽ ആളുകൾ സംസാരിക്കുന്ന പോലെ ചിലപ്പോ നമുക്ക് സംസാരിക്കുന്നു. അപ്പൊ അപ്പൊ ഓരോ സിനിമകളും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും, ഓരോ ലെസൺസ് ആയിരിക്കും. ഈ സിനിമ നിങ്ങൾക്ക് ഒരു ലെസൺ എന്തായിരിക്കും? ഒരു എക്സ്പീരിയൻസ് ഡയറക്ടറാണ് നിങ്ങൾ. വിജയ് സാറിന്റെ ഡയറക്ട് ചെയ്തത് വലിയൊരു ഡയറക്ടറാണ്. എന്ത് ലെസൺ ആണ് ഈ സിനിമയിൽ നിന്ന് കിട്ടിയത്? നമ്മളെല്ലാവരും ഇതില് മാക്സിമം എക്സ്പീരിയൻസ് കൊണ്ട് ഈ സിനിമയിൽ ഒന്ന് ആക്ട് ചെയ്തിട്ടുണ്ട്. ബാറിങ് ധനഞ്ജയ് ബാക്കി എല്ലാവരും നോക്കി 10 പേരിൽ എണ്ണം വരുന്ന സിനിമ ചെയ്തു. ധനഞ്ജയുടെ 27th ഫിലിമാണ്. സീനിയർ ലെവലിലോട്ടൊക്കെ ഞാൻ ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണല്ലോ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിലും ഉണ്ടായിരുന്നു കുറെ മണ്ടത്തരങ്ങളും നല്ല കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പൊ കാണുന്ന മനസ്സിലാക്കിയാൽ സീനിയർ എന്ന് പറയുമ്പോൾ പക്ഷെ ഇറ്റ്സ് ഓൾ ഫ്രഷ്. ആ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടുള്ളത് ഒരു ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ടാണ്. ഓബിയസ്ലി അതിന് കിട്ടുന്ന കുറെ പ്ലസ് പോയിന്റ്സ് കാണും. അവന് ഫ്യൂച്ചറിലോട്ട് ക്യാരി ചെയ്യാൻ പോയ കുറെ പോയിന്റ്സ് കാണും. ക്യാമറ വീട്ടിലേക്ക് റെസ്പോണ്ട് ചെയ്യണം, അതുപോലത്തെ കാര്യങ്ങൾ. പക്ഷെ ധനഞ്ജയന്റെ അഡൽട്ട് ആക്ട് ചെയ്യുന്ന സെക്കൻഡ് മൂവിയാണ്. അങ്ങനെ നോക്കുമ്പോ അവനും ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടിന്റെ ഭാഗം തന്നെയാണ്. എനിക്ക് ആക്ച്വലി പുള്ളിക്കാരൻ തരുന്നൊരു എന്താ പറയുക ഒരു സ്പേസ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ ഒരു ഔട്ട് പറഞ്ഞിട്ട് നമുക്ക് അതിൻ്റെതായ ഇംപ്രൂവൈസ് ചെയ്ത്. സോ അപ്പാർട്ട് ഫ്രം വാട്ട് എവർ ആയിട്ട് ഇതിലോട്ട് വരുമ്പോഴത്തേക്കും ഇംപ്രൂവൈസ് ചെയ്യാൻ വേണ്ടി കുറെ ഗ്രൗണ്ട്സ് ഉണ്ടായിരുന്നു. കുറെ സ്ഥലത്ത് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റി, നമ്മുടെ കുറെ ഇൻപുട്സ് കൊടുക്കാൻ പറ്റി. അങ്ങനെ കുറെ ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് പോലെ തന്നെയായിരുന്നു നമുക്ക് 4 പേർക്കും. നമ്മളിപ്പോ നമ്മൾ പഠിക്കുന്ന ആക്ടേഴ്സ് ആണ്. ആക്ടിംഗ് എന്നൊരു തൊഴിൽ പഠിച്ചു വരുന്നവരാണ്. ഒരിക്കലും ഒരു എൻഡ് ലിമിറ്റ് ഇല്ല ആക്ടിംഗ് പഠിക്കുന്നതിന്. പക്ഷെ at the stage we're definitely closer to the bottom in terms of how much we know about acting and cinema itself. Vincent സാറിനെ പോലെ ഒരു എക്സ്പീരിയൻസ് ഡയറക്ടർ നമുക്ക് അത്രയും സ്പേസ് എക്സ്പെരിമെന്റ് ചെയ്യാനും നമ്മുടെ തന്നെ റേഞ്ച് ഫിഗർ ഔട്ട് ചെയ്യാനും നമുക്ക് അത്ര സ്പേസ് വരുമ്പോഴത്തേക്കും definitely works with us in terms of how we're going to develop ourselves as actors. അതിനൊരു സ്പേസ് അവിടെ നമുക്ക് കിട്ടുക. അത് എപ്പോഴും നെസസറി എല്ലാ സെറ്റിലും കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷേ വിൻസെന്റ് സാറിന്റെ ഒരു സ്കിൽ ഐ തിങ്ക് ഒരു കഴിവെന്ന് പറയുന്നത് അത് തന്നെയാണ്. ആളിങ്ങനെ എക്സ്പീരിയൻസ് കൂടി ആക്ടർ എക്സ്പീരിയൻസ് കുറഞ്ഞ ആക്ടർ എന്നുള്ള ഒരു വേർതിരില്ല. ഞാൻ സ്റ്റാർട്ടേഴ്സ് എന്നുള്ള നിലയെ കണ്ടിട്ട് നമുക്ക് ആളുടെ ഒരു ഫ്രെയിം വർക്ക് വരും. ആ ഫ്രെയിം വർക്കിനുള്ളിൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യണം. അതിൽ ഇഷ്ടപ്പെടുന്ന വരുമ്പോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെടാത്തത് വരുമ്പോ എന്ത് കറക്ഷനാണ് വേണ്ടത്. ഇറ്റ്സ് പോസിറ്റീവ് ഫീഡ്ബാക്കിലൂടെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാവർക്കും സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമുക്ക് ഇത് വർക്ക് ഈസിയർ ആണ്. ഓരോ സിനിമകളും അത് സിനിമ ഭാഗ്യം ഓരോ വലിയ പഠിച്ച് അടുത്ത എന്ന് പറയുന്നതാണ് കലാകാരൻ. നല്ല ഉറക്കം ഇങ്ങനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ പോരാൻ തന്നെ
എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്തൊക്കെയുണ്ട് പറ. സിനിമയും കാര്യങ്ങളൊക്കെ വിട്ടേക്ക്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം സുഖം. ഞാൻ ഇപ്പൊ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പഠിക്കുന്നത്? മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷൻ ജെയിംസ് ആണ് നമ്മുടെ പക്ഷെ 1.5 മാസമായിട്ട് കോളേജിൽ മാസ് കമ്മ്യൂണിക്കേഷൻ പക്ഷെ 1.5 മാസമായി കോളേജ് കയറിയിട്ട്. നല്ല കുട്ടി. എങ്ങനെയുണ്ട് ലൈഫൊക്കെ എങ്ങനെ പോകുന്നത്? ജേർണലിസം ആണോ സ്വപ്നം കണ്ടത് അതോ സിനിമയായിരുന്നു സ്വപ്നം? സ്വപ്നം സിനിമ. ഞാനൊരു +2 കഴിഞ്ഞ സമയത്താണ് സിനിമയുടെ ഫസ്റ്റ് ഫിലിം ഓഫർ എനിക്ക് വരുന്നത്. എന്റെ പിക്ക് കണ്ടിട്ട് എനിക്ക് അവര് വിളിച്ചതാണ്. ഫസ്റ്റ് ഞാൻ ചെയ്തത് ആഹാ അനുവരൻ സാറിന്റെ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുള്ള വെബ് സീരീസ് ആയിരുന്നു. സോ അവിടെയായിരുന്നു എന്റെ തുടക്കം. സോ ഫസ്റ്റും സെക്കൻഡും ഒക്കെ തമിഴ് തെലുഗു മൂവീസാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദിസ് ഇസ് മൈ 6th മൂവി. അത് മലയാളം. ഫസ്റ്റ് ടൈം ആണ് മലയാളം ചെയ്യുന്നത്. മലയാളിയായിട്ട് തമിഴ് തെലുങ്കിലൊക്കെ അവസാനം മലയാളം ചെയ്യുന്നത് വിത്ത് തമിഴ് ഡയറക്ടർ. അതാണ് ഒരു പോയിന്റ്. അതെ. എങ്ങനെയുണ്ട്? എന്തൊക്കെ ലൈഫ് അങ്ങനെ പോകും? എങ്ങനെ നന്നായിട്ട് എന്താ ഞാൻ ഈ പറഞ്ഞെടുക്കുക എന്റെ മിസ്റ്റേക്കാണ്. എല്ലാ പക്ഷികളും എല്ലാ പക്ഷികളാണ് ഇവിടെ. പക്ഷെ പറഞ്ഞു നേരം പോയി. ഒബ്സർവേഷൻ അതിനുവേണ്ടി മാത്രം ഇട്ടാൽ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഓരോ സിനിമ പ്രാമുഖ്യം അതൊരു വേറൊരു ചോണാണ്. സ്റ്റോറിയാണ്. അപ്പോ അത് കൂടുതൽ സ്ത്രീകൾക്കായിരിക്കും ഇമ്പോർട്ടൻസ്. അപ്പൊ അത് വെച്ച് പിന്നെ ഇതിലേക്ക് വരുമ്പോ വേറൊരു മൂടാണ്. തലച്ചിട്ടിപ്രമൊന്നല്ല ഇത് കവള് അറിയാൻ പറ്റുള്ളൂ. അല്ല ജോമോള് പറഞ്ഞ ക്യാരക്ടറാണ്. അപ്പൊ ഇതിൽ ഇവൾക്ക് എന്താന്ന് വെച്ചാ ഇവളല്ല ആ മാതൃശന്റെ ക്യാരക്ടറാണ് മനസ്സിലാണ്. എനിക്ക് പറയാനൊന്നുമില്ല. ഇല്ല അവൾക്ക് അങ്ങനെ പോകാം. അപ്പൊ മാധവൻ എന്ന് പറയുമ്പോൾ നമുക്ക് സുരക്ഷമാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. എങ്ങനെയാവും ആളെങ്ങനെയാവും ലൈഫ് എങ്ങനെയായിരിക്കും ആ ഒരു ഫിലിം കരിയറിൽ നിന്നാണ് വരുന്നത്. നേരിട്ട് എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടാവും ഇന്നത്തെ തോന്നിയിട്ടുണ്ടോ? ഈ മാധവ് എങ്ങനെയാണ്? ഈ ഇരിക്കുന്നതാണ് മാധവ്. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവരെ കൂടുതലായിട്ട് അറിയാവുന്നത് മെച്ചപ്പെട്ട ദേവികയായിട്ട് ഒരുപാട് സീൻസ് അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ അത്യാവശ്യം ഞാൻ ഓൺ സ്ക്രീൻ അഭിനയിച്ചിട്ടുണ്ട്. 3 ഡിഫറെന്റ് സ്കെയിൽസ് ആണ്. മൂന്നിലും കളക്ട് ചോദിച്ചു എന്താണ് മാധവ് മാധവാണ്. ഈ മാധവ് എന്ന് പറയുന്നത് വലിയൊരു മാധവാണ്. അതേപോലെ തന്നെ ഭയങ്കര ചില്ലായിട്ടുള്ളതാണ്. ഞങ്ങള് ഷൂട്ട് കഴിഞ്ഞിട്ട് ഒപ്പം ഫുഡ് കഴിക്കണം എല്ലാവരും വണ്ടി ഞങ്ങള് ഒരുമിച്ചായിരുന്നു ഒരു ഹോട്ടലിലാണ് എല്ലാവരും സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ കൂടുതൽ മീറ്റ് ചെയ്യാൻ ബോൺ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ചെറുപ്പം അറിയാവുന്നതാണ്. അങ്ങനെയല്ല ഈ മാധവാണോ മാധവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നമ്മുടെ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിൽ വരുമ്പോഴത്തെ ഞാനാണല്ലോ എല്ലാവർക്കും ആ ഫ്രണ്ട്സിന്റെ ക്ലോസ് ഫ്രണ്ട്സ് വരുമ്പോൾ നമ്മള് അപ്പൊ അതുപോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് മാധവിന് കംസ് ടു പ്രൊഫഷണലിസം ആൻഡ് എവറിത്തിങ് പുള്ളിക്കാരൻ ഇങ്ങനെയാണ്. പക്ഷെ നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് ആളിങ്ങനെയല്ല. ആ കാരണം നമ്മളും അങ്ങനെയല്ലോ ഞാനെന്റെ കംഫർട്ട് സോണിൽ എങ്ങനെയാണെന്നുള്ളത് എന്റെ മാത്രം നമ്മളും ആ ഒരു കംഫർട്ട് സോണിലായിരിക്കും അവർക്ക് സംസാരിക്കും. അപ്പൊ എനിക്ക് 5 years 6 years തൊട്ട് എനിക്ക് മാധവിനെ അറിയാം. അപ്പോ
അതുകൊണ്ട് എനിക്ക് ഈ പടത്തിൽ അവരോട് വർക്ക് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായി. ബിക്കോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ട് എനിക്ക് അഭിനയിക്കേണ്ടി വന്നില്ല, ജീവിക്കേണ്ടി വന്നത് ഇച്ചിരി ഫ്രീഡം കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. കുറച്ചുകൂടെ ലൈക് സീൻസ് വരുമ്പോഴത്തേക്ക് എനിക്ക് അവരുടെ സംസാരിച്ചെങ്കിൽ എടാ അത് ചെയ്താലോ ഇത് ചെയ്താലോ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു ഇതായിരുന്നു. മാധുജി ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിപ്പോ നല്ലൊരു ഫിലിം ചെയ്യാനുള്ള റെസൊല്യൂഷൻ എന്ന് പറയുന്ന വലിയ ഫിലിം അപ്പൊ ഒരു പേര് തന്നെ നമുക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ പേര് പറയുന്ന മൈൻഡിലൂടെ ഓടി വരും. ഒരു ഫിലിം ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ ചൂസ് ചെയ്യണം അങ്ങനെ അച്ഛനുണ്ടോ? Actually, എനിക്ക് സിനിമ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സിനിമ ബേസ്ഡ് അല്ല. ഏതൊരു അച്ഛനും ഏതൊരു മകനോടും ജനറൽ ലൈഫിനെ കുറിച്ച് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ്. അപ്പൊ എനിക്ക് പറയാൻ സ്വയം prepare your best, be confident in yourself, and give it everything when you go. And in cinema terms, when you perform. നാലാമത്തെ ഒരു സ്റ്റെപ്പ് കൊണ്ട് എല്ലാവരും വിശ്വസിക്കുന്നില്ല. ആളുകൾ ദൈവവിശ്വാസികൾ അതുകൊണ്ട് ഇതും കൂടെ ഉണ്ട്. ബാക്കി ദൈവത്തിന് വിട്ടു. നമ്മൾ ചെയ്യാവുന്ന അത് ചെയ്യുന്നത് ചെയ്യും. ഇത് ഏതൊരു ലൈഫിലെ ഏതൊരു ആസ്പെക്റ്റിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അഡ്വൈസ് ആണ്.